ഇഷ്ടപ്പെട്ട നടൻ ഏതാ നടി ഏതാന്നൊന്നും ചോദിക്കത്തില്ല ഇല്ല. അപ്പോൾ സമാധാനമുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് രഞ്ജേൻ്റെ അടുത്ത് ഞാനിങ്ങനെ സംസാരിച്ചു, രഞ്ജേൻ്റെ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കണ്ട എനിക്ക്, അപ്പം നീ എന്തിനാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല എനിക്ക് ഇത് പഠിക്കണം എന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയാ ഏതാ ഒന്നും അറിയത്തില്ല. അങ്ങനെ ചോദിച്ചാൽ ഞാൻ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ വിചാരിക്കും ഞാൻ ഒട്ടും നന്നായിട്ടല്ല ചെയ്തതെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അതിൽ ലുക്കാച്ചുപ്പി ഭയങ്കര എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സായിരുന്നു. ലുക്കാച്ചുപ്പി ആണെങ്കിലും കസബ എനിക്കിഷ്ടമാണ്. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ചോദിച്ചാൽ ഈ പറയുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ബോൾഡായിട്ടുള്ള സാധനങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും എല്ലാം ഒന്നെങ്കിൽ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലത്തെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ മാത്രം നമ്മളെ വിളിക്കുമ്പോൾ അത് ചിലപ്പം അയ്യോ അത് വേണ്ടായിരുന്നു എന്നൊരു സാധനം തോന്നും. എന്തിനാണ് പ്രോസ്റ്റിറ്റ്യൂട്ട് കഥാപാത്രം ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരു ഒരു ക്യാരക്ടർ മാത്രമായിട്ടാണ് ഉള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് താൻ. അത് പാറു ചങ്കരൻ പൂച്ചയാണ്. പക്ഷെ അവന് ഇപ്പം ഒരു വർഷമായിട്ട് അവനെ കാണുന്നില്ല. ഒരു ദിവസം രാവിലെ ഇറങ്ങിപ്പോയതാ. അപ്പം ആൾക്കാർ പറയും ആൺപൂച്ചകളാണെങ്കിൽ കുറച്ച് വലുതായി കഴിയുമ്പോൾ പുറത്ത് പോകും, പിന്നെ തിരിച്ചു വരില്ല എന്ന് പറയും. അങ്ങനെ ആൾക്കാർ അത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഗുണം സിനിമയ്ക്ക് ഉണ്ടാവും. അല്ലാതെ ഒരു സംഘത്തിൽ മാത്രം നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യണം എന്നും ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് ഒരു സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് കാണുന്നൊരു വ്യക്തിക്ക് തോന്നണം. ക്യാമറ വർക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മൾ ആ സിനിമേനെ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഥയുടെ കൂടെ ജെല്ലായി പോകുന്ന ഒരു പോയിന്റ് ആയിരിക്കാം ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ആയിട്ടിരിക്കുന്നു. LGBT, ലെസ്ബിയൻസ്, ഗേ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അവരനുഭവിക്കുന്ന എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഫിലിം ആക്ടർ, തിയേറ്റർ ആർട്ടിസ്റ്റും സിനിമാറ്റോഗ്രാഫറുമായ ചിന്നു കുരുവിളയാണ് ലെറ്റ്സ് ടോക്കിൽ ഇന്ന് എന്നോടൊപ്പം സംസാരിക്കാനുള്ളത്. സോ വെൽക്കം ചിന്നു. താങ്ക് യു. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ ചോദിക്കണമെന്ന് ഉദ്ദേശിച്ചൊരു ചോദ്യമുണ്ട്. അത് തന്നെ ആദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്, സിനിമാറ്റോഗ്രാഫറാണ്, ഫിലിം ആക്ട്രസ്സാണ്. പക്ഷേ ഇന്നേ വരെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പബ്ലിക് അപ്പിയറൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണ് അത്? അങ്ങനെ മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചിട്ടാണോ? എനിക്കിതുവരെ അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ ഇതിപ്പം അഭിജയ് എന്നെ വിളിച്ചിട്ട് ഇതുപോലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, നിങ്ങളൊരു ചാനൽ ചെയ്യുവാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്നൊരു സാധനം എനിക്ക് തലയിലോടി. ഞാൻ ഓക്കെ വിളിച്ചതല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് സംസാരിക്കാം നിങ്ങളുടെ അടുത്ത് എന്ന് വിചാരിച്ച് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇഷ്ടപ്പെട്ട നടൻ ഏതാ നടി ഏതാന്നൊന്നും ചോദിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല. അപ്പോൾ സമാധാനമുണ്ട്, സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒഫീഷ്യലി ഇതാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങളായിട്ട് പറയുവാണെങ്കിൽ ഞാനിപ്പം മനോജ് പിള്ളയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2014 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം പെതുക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. 2019 അവസാനം നമ്മൾ വൺ നൈറ്റ് ലവേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ചെയ്തു, രജിത്തേട്ടൻ ഡയറക്റ്റ് ചെയ്ത്. അതിനുശേഷം 2020 രഞ്ജിയേട്ടൻ ഡയറക്റ്റ് ചെയ്ത് മാധവി എന്ന് പറഞ്ഞ മാധവി ആ ഷോർട്ട് ഫിലിമിന് ക്യാമറ ചെയ്തു. അപ്പം അങ്ങനെ പതുക്കെ ഓരോ സാധനങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഓരോ വർക്കുകൾ വരുന്ന സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ. നമുക്കിനി കരിയറിൻ്റെ തുടക്കത്തിലേക്ക് ഒന്ന് പോകാമല്ലേ? അപ്പോൾ അഭിനയം എന്നൊരു ഫീൽഡിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അതല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ഇത് പ്രൊഫഷൻ ആക്കണം, ദിസ് ഇസ് മൈ കപ്പ് ഓഫ് ടീ എന്നൊരു തോന്നൽ എപ്പോഴാണ് ഒരു തോന്നലുണ്ടായത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി മാർത്തോമ കോളേജിലാണ് ചെയ്തത്, തിരുവല്ല മാർത്തോമ കോളേജ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പ്രയോഗം പോലെ ഭിത്തിയിലിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിഞ്ഞുകൂടാ. അടുത്ത് എന്ത് പഠിക്കണം, എന്തിലേക്ക് തിരിയണം ഒന്നും അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ തന്നെ സീനിയറായിട്ട് പഠിച്ചപ്പം വിഷ്ണു അന്നേരം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്റേഴ്സ് ചെയ്യുക. അപ്പം ഒരു പ്രാവശ്യം വിഷ്ണു ഇങ്ങനെ വിളിച്ചു, നോക്ക് നിനക്ക് തിയേറ്റർ ഇഷ്ടമല്ലേ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഞാൻ അവിടെ പോയി നല്ലതാണ്, നീ നോക്ക് ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുമെങ്കിൽ ഇടാന്ന് പറഞ്ഞു.
അപ്പം ഞാൻ നോക്കുമ്പം ഓക്കെ നല്ല രസമുള്ള ഒന്ന് പോണ്ടിച്ചേരി എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു ആദ്യം. ഹായ് പോണ്ടിച്ചേരി, കാരണം ചെറുപ്പത്തിൽ എപ്പോഴേക്കോ പോണ്ടിച്ചേരിയോട് ഒരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പോലും അറിയാം നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നു എന്ന് പറയുന്നത് പോലെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് ആപ്ലിക്കേഷൻ ഒക്കെ എടുത്ത് ലാസ്റ്റ് ഡേറ്റ്, അതായത് 31-ാം തീയതി തീരുവാണെങ്കിൽ 29-ാം തീയതി ഞാനിവിടെ നയിക്കുന്നതെന്ന് പറയുന്നത് പോലെ ആപ്ലിക്കേഷൻ ഇട്ടു. ആപ്ലിക്കേഷൻ വന്നു, എക്സാം എഴുതി കിട്ടി. അവിടെ പോയി ഒരു 2 വർഷം മാസ്റ്റേഴ്സ് ചെയ്തു. അതിനുശേഷം പതുക്കെ നമ്മൾ തിയേറ്റർ ഗ്രൂപ്പുകളുമായിട്ട് ഇൻവോൾവ് ആയി, നാടകങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, അഭിനയിൽ വർക്ക് ചെയ്തു, ട്രിവാൻഡ്രം അഭിനയിൽ വർക്ക് ചെയ്തു, സ്കൂൾ ഓഫ് ഡ്രാമയുമായിട്ട് അവിടെ നിന്നുള്ള കുറേ ആളുകളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായി. അപ്പം നമ്മൾ പോലും അറിയാത്ത ഒരു സ്റ്റേജിലാണ് സിനിമയ്ക്ക് അകത്തോട്ട് വരുന്നത്. VKPയുടെ നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞ സിനിമയാണ് ഒരു ക്യാരക്ടർ സാധനം ചെയ്തത്. അതിന് മുൻപ് നീക്കോ നാച്ച എന്ന് പറഞ്ഞിട്ട് പടത്തിലൊരു ചെറിയൊരു ക്യാരക്ടർ, സന്ദീപേട്ടൻ നമ്മുടെ സുഹൃത്താണ്. അപ്പം അങ്ങനെയാണ് ഫസ്റ്റായിട്ടൊരു സിനിമ ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ മുന്നേ ഞാൻ പോണ്ടിച്ചേരി പഠിക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ പാരലൽ സിനിമ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരുടെ മുഖാന്തരമായിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് 505 എന്ന് പറഞ്ഞിട്ടൊരു 5 ഷോർട്ട് ഫിലിംസ് ക്ലബ് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം നീക്കോ നാച്ച, പിന്നെ നെത്തോലി ഒരു ചെറിയ മീനില്ല, പിന്നെ പതിയെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ചെറിയ സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ പോലും അറിയാതെയാണ് ആ യാത്ര ഉണ്ടായിരുന്നത്. അഭിജിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ എത്തിപ്പെട്ട പിന്നെ അത് വെളിയിൽ പോകാൻ തോന്നില്ല എന്നാണ് പറയുന്നത്. ലൂപ്പിൽ പെട്ട പോലെയാണെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇല്ല. കുറച്ചുകൂടി ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊരാളായിരുന്നില്ല. അപ്പം അഭിജയൊക്കെ ഇതിൻ്റെ കാര്യങ്ങളെ കാണുന്നത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടാണ്. അപ്പം ഞാൻ തിയേറ്റർ പഠിച്ചു. ഞാൻ പറഞ്ഞൊരു ആക്സിഡൻ്റലായിട്ട് നടന്നൊരു പ്രോസസ്സ് ആയതുകൊണ്ട് ഞാൻ ഏറ്റവും ലേറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന ആളാണ്. പക്ഷെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിൻ്റെ ഉള്ളിൽ. തിയേറ്റർ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ സിനിമ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്തേക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ കുറേയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. പക്ഷേ സുഹൃത്തുക്കളാണ് നമ്മുടെ എന്തെങ്കിലും പ്രോജക്റ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഓക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയില്ല. പക്ഷേ അത് പിന്നീട് നടന്നിട്ടില്ല. പിന്നെ ഒരു 2014 പോലെ ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ്ലി സിനിമറ്റോഗ്രാഫി എന്ന് പറയുന്നൊരു സംഗതിയിലേക്ക് മാറുന്നു. ഞാൻ എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് രഞ്ജേൻ്റെ അടുത്ത് ഞാനിങ്ങനെ സംസാരിച്ചു, രഞ്ജേൻ്റെ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കണ്ട എനിക്ക്, അപ്പോൾ നീ എന്തിനാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് ഇത് പഠിക്കണം എന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയാ ഒന്നും അറിയത്തില്ല. ആരുടെയെങ്കിലും കൂടെ നിന്ന് വർക്ക് ചെയ്യണോ, അതും എനിക്കറിയത്തില്ല. നമുക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇത് എങ്ങനെ ചാനൽ ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എന്നൊരു കാര്യം ചെയ്ത് നമ്മുടെ സിനിമയാണ് ഞാൻ എന്ന് പറയുന്നത് രഞ്ജേൻ്റെ തന്നെ പ്രൊഡക്ഷൻസ് ആയിരുന്നു. ഞാൻ മനോജിൻ്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ, മനോജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ മനോജൻ്റെ അടുത്ത് രഞ്ജേനെ സംസാരിച്ചിരിക്കുന്നത്. മനോജന് ഓക്കെയാണ്, വരാൻ പറ, വർക്ക് ചെയ്യട്ടെ എന്നാണ്. അങ്ങനെ പെട്ടെന്നുണ്ടായൊരു എൻട്രി. അതായത് ഇന്ന് വൈകുന്നേരം നമ്മൾ സംസാരിക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അഭിനയിക്കാൻ പോയ ഒരാളാണ്. അനുമോളുണ്ട്, മൈഥിലി ഉണ്ട്, പേളി ഉണ്ട്, മുത്തുമണി ഉണ്ട്, സജിതേച്ചി ഉണ്ട്. അപ്പം എല്ലാവരും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഇതെല്ലാം ട്വിസ്റ്റായി. എനിക്ക് നമ്മൾ വരുന്ന വണ്ടി മാറുന്നു, എല്ലാം പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു. പക്ഷെ അതൊരു നല്ലൊരു തീരുമാനമായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതം തന്നെ വേറെ പോലത്തെ ഒരു സ്ഥലത്തേക്ക് മാറിയതിന് ശേഷം എന്താ പറയുക, ചെറുവത്തൂർ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇന്നലെ വരെ നമ്മളെല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും കൂടെ 6 പേരെയും കൂടെ ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് കെട്ടിക്കൊണ്ട്. ആ ദിവസം ദക്ഷിണ വയ്ക്കണമായിരുന്നു മനോജേട്ടന്. രാവിലെ വന്ന് ദക്ഷിണ വെച്ച് വേണം ജോയിൻ ചെയ്യാമെന്ന്. അപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന വണ്ടി മാറിയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറായി, എക്സിക്യൂട്ടീവായി, ഡ്രൈവർ ചേട്ടായുണ്ട്. വണ്ടിയിൽ കയറി എല്ലാം മാറി, നമ്മുടെ വേഷം മാറി, സംഗതികളെല്ലാം മാറി. വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ചെറുവത്തൂർ അവിടുത്തെ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വണ്ടി സ്റ്റോപ്പായി. വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു തുള്ളി, മഴയുടെ ഒരു തുള്ളി വന്നിട്ട് വീണു ഗ്ലാസ്സിൽ. അപ്പോൾ സേതുചേട്ടനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ. പക്ഷേ ഇത് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, നല്ല ഭാഗ്യമാണല്ലോ നിനക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്ന് സേതുചേട്ടൻ നിങ്ങളങ്ങനെ പറയാതെ, കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഷൂട്ട് നിൽക്കും. അപ്പം ഞാൻ പറയില്ല, നിങ്ങളങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കുളമാവുമല്ലോ. പക്ഷേ റെയിൽവേ ക്രോസ് കടന്നപ്പുറത്ത് എത്തിയപ്പോഴത്തേക്കും മഴ നിന്നു. അവിടെ ചെന്നിറങ്ങി രഞ്ജേട്ടൻ
എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ ഞാൻ വർക്ക് ചെയ്യാൻ കയറുന്നുണ്ട്, മനോജിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ മനോജേട്ടൻ വന്നു. ഞാൻ മനോജേട്ടൻ ദക്ഷിണ വെച്ചു, രഞ്ജേട്ടൻ ദക്ഷിണ വെച്ചു. പെട്ടെന്ന് എല്ലാം ഡിസ്പേഴ്സ്ഡ് ആയി. ഓക്കെ എന്നാൽ നമുക്ക് ഷൂട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് മാറി. അപ്പം ഞാൻ സ്റ്റക്കായി. എങ്ങോട്ട് പോകും, കോസ്റ്റ്യൂമിൽ പോകണോ അതോ അപ്പുറത്ത് പോകണോ ഒന്നും അറിയത്തില്ല. മനോജേട്ടൻ ക്യാമറയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. മനോട് വാങ്ങി വാ എന്ന് പറഞ്ഞു, അടുത്ത് നിൽക്കാൻ പറഞ്ഞു. ഇത് ക്യാമറ, ഫോക്കസ് പുള്ളർ, എൻ്റെ അസിസ്റ്റൻറ്റ്, ഇന്ന ആളുകളാണ്. പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഫ്രെയിമിലുണ്ടോന്നോ, നമ്മുടെ വയറോ കേബിളോ അങ്ങനത്തെ എന്തെങ്കിലും ഫ്രെയിമിലുണ്ടോന്നോ, ഫോക്കസ് ഔട്ട് ആവുന്നുണ്ടോ, അത് മാത്രം മോണിറ്ററിൽ നോക്കി സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പരിപാടി ജോലി. പിന്നെ അവിടെ നിന്ന് അതിങ്ങനെ പതുക്കെ ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. പിന്നെ പെട്ടെന്ന് അതിനത് യൂസ്ഡായി. അങ്ങനെ അടുത്ത വർക്ക് മുതൽ പിന്നെ മാനേജറിനെ എന്നെ വിളിച്ചു, മനോജറിനോട് വർക്ക് ചെയ്യാൻ പോയി. ഓൾമോസ്റ്റ് 7 years ആയിട്ട് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ മാമാങ്കമാണ് വർക്ക് ചെയ്തത്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്ട്സ് ഇങ്ങനെ നോക്കുന്നു. അന്നെടുത്ത ആ ഒരു തീരുമാനം ഇന്ന് ഒരുപാട് സന്തോഷം തരും. പിന്നെ ചെയ്ത കഥാപാത്രങ്ങൾ ഏറ്റവും പോപ്പുലാരിറ്റി ലഭിച്ച ഒരു കഥാപാത്രം, അതേപോലെ തന്നെ ആ ചെയ്ത കഥാപാത്രം ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ, ഇത് എന്നെക്കൊണ്ട് പറ്റാവുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയ കഥാപാത്രം ഏതൊക്കെയായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ഞാൻ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ വിചാരിക്കും ഞാൻ ഒട്ടും നന്നായിട്ടല്ല ചെയ്തതെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അതിൽ ലുക്കാച്ചുപ്പി ഭയങ്കര എനിക്ക് ഭയങ്കര ലേണിംഗ് പ്രോസസ്സായിരുന്നു. ലുക്കാച്ചുപ്പി ആണെങ്കിലും കസബ എനിക്കിഷ്ടമാണ്. പക്ഷെ ഞാൻ ബേസിക്കലി സ്വന്തമായിട്ട് ഞാനൊരു ആക്ടർ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രോസസ്സിനകത്തൂടെ കടന്നു വന്നപ്പം കുറച്ച് സിനിമകൾ അഭിനയിച്ചു എന്നുള്ളതിനേക്കാളും അതിനപ്പുറത്തായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അറിയത്തില്ല. എത്രത്തോളം ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ അതിനെ വിലയിരുത്താൻ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ചില സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ചെയ്തതൊക്കെ. ഇപ്പോൾ ഉപ്പും മുളകും ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് എന്തോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നുന്നത് സിനിമാറ്റോഗ്രഫി തന്നെയാണ്. അതുപോലെ നമ്മൾ ഈ സിനിമ ഫീൽഡിൽ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന ഒരു പ്രോബ്ലത്തെ പോലെ തന്നെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെ. നമ്മൾ ഇപ്പം ചിന്നു ചെയ്ത കഥാപാത്രങ്ങൾ കൂടുതലും ഒരു തൻ്റെടി എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ബോൾഡായ ഒരു കഥാപാത്രങ്ങളാണ് ചെയ്തതിൽ കൂടുതൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ പൊട്ട് ഭയങ്കര ഒരു ബോൾഡായ ഒരു സ്ത്രീയെ കാണിക്കാൻ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും എളുപ്പത്തിൽ കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് വലിയ പൊട്ട്. അപ്പം അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് നടന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്? ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് പൊട്ട് തൊടുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ല. എനിക്കങ്ങനെ പൊട്ട് തൊടാൻ ആരും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല വലിയ പൊട്ട് തൊടണമെന്നൊന്നും. എനിക്ക് പൊട്ട് തൊടാൻ ഇഷ്ടമായിരുന്നു. ഞാൻ സാരി ഉടുക്കുന്ന സമയത്ത് വലിയ പൊട്ട് തൊടാൻ ഇഷ്ടമായിരുന്നു. ഇപ്പം ചെറിയ പൊട്ട് തൊടാനാണ് ഇഷ്ടം. ആ സമയത്തൊക്കെ നമ്മൾ ചോദിക്കില്ല, അവരും പറയും ഒരു ചെറിയ പൊട്ട് തൊടുകയെന്ന് പറയും. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊരു പൊട്ടങ്ങ് തൊടും എന്നുള്ളതല്ലാതെ അതുമായി വേറെ ബന്ധങ്ങളൊന്നും അതിനില്ല. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ചോദിച്ചാൽ ഈ പറയുന്നതിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ബോൾഡായിട്ടുള്ള സാധനങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും എല്ലാം ഒന്നെങ്കിൽ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലത്തെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ മാത്രം നമ്മളെ വിളിക്കുമ്പോൾ അത് ചിലപ്പം അയ്യോ അത് വേണ്ടായിരുന്നു എന്നൊരു സാധനം തോന്നും. അല്ലാത്ത സാധാരണയായിട്ടുള്ള സാധനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ ചെയ്ത് നോക്കാം എന്ന് പറയുന്ന സ്ഥലമാണ്. ആ വിളികൾ കൂടുതലും വരുന്നത് ശരിയാ. ഒരു 1-2 പടങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാവർക്കും സംഭവിക്കുന്ന സാധനമാണ്. അത് പ്രത്യേകിച്ച് ഇപ്പം 2 സിനിമ വില്ലൻ ചെയ്തു, 3ാമത്തെ വില്ലനായിട്ട് തന്നെ വിളിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പക്ഷെ ആ ആക്ടേഴ്സിന് എപ്പോഴും ആഗ്രഹം ഉണ്ടാവും അവരെ വേറെ പോലെയൊക്കെ ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും, അവർക്ക് വേറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ആക്ടേഴ്സിന് പൊതുവിലുണ്ടാവും. പക്ഷെ ഇപ്പം നമ്മളൊരു ഡയറക്ടർ നമ്മളൊരു ആക്ടറിനെ കാണുമ്പം സിനിമ കാണുമ്പം ഓക്കെ ഈ കഥാപാത്രം ഇവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ഇതേപോലൊരു സാധനം നമുക്ക് എൻ്റെ സിനിമയിൽ ഇപ്പം വിളിക്കുമ്പോൾ നമ്മൾ അവരെ ആദ്യം ആലോചിക്കുക ഓക്കെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളെയാണ് പെട്ടെന്ന് ആലോചിക്കുക. അത് അപ്പം സെയിം അതേ ആൾക്കാർ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ലൂപ്പിൽ പെടുകയാണല്ലോ. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയില്ലേ, എന്തോരോ ആൾക്കാരെ നമ്മൾ വില്ലനായിട്ട് കാണുന്നു, പിന്നെ കൊമേഡിയനായിട്ട് കാണുന്നു, കൊമേഡിയനായിട്ടുള്ള ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. നല്ലൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അതെനിക്ക് തോന്നുന്നു എക്സ്പ്ലോർ ചെയ്യണം, എല്ലാവരെയും എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ചിന്നു ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ പേരിലൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, വിവാദം ഉണ്ടായത്. ശ്രദ്ധിക്കുന്ന ആളാണോ അതോ അതിൻ്റെ വഴിക്ക് വിടുന്ന ആളാണോ? എൻ്റെ വഴിക്ക് വിടുന്ന ആളാ. ഓക്കെ. ഇപ്പോൾ കസബ എന്നൊരു സിനിമ നമ്മളെടുത്ത് ഒരു എക്സാമ്പിൾ ഇട്ട് തരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക?
ഞാൻ പറഞ്ഞില്ലേ, ഞാനത് അധികം ശ്രദ്ധിക്കാറില്ല, എന്നെ ബാധിക്കാറില്ല. എനിക്കിപ്പോൾ ചിലപ്പോൾ ആ സിനിമ ചെയ്തതിന് ശേഷം ആൾക്കാർ എന്നോട് എന്തിനാണ് പ്രോസ്റ്റിറ്റ്യൂട്ട് കഥാപാത്രം ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ക്യാരക്ടർ മാത്രമായിട്ടാണ് ഉള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് താൻ. അത് നമ്മളിപ്പം പ്രോസ്റ്റിറ്റ്യൂട്ട് എപ്പോഴും ഉണ്ട് ആ ഒരു സംഗതി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തിനാ അതങ്ങനെ ചെയ്യുന്നത്? അത് ഒരു സിനിമയിലൊരു കഥാപാത്രമാണെങ്കിൽ അത് ആക്ട് ചെയ്യാൻ ഒരു ആക്ടർ വേണ്ടേ? അപ്പം അത് ആക്ടിങ്ങിൻ്റെ ഭാഗം മാത്രമാണ്. അതിപ്പോൾ നമ്മൾ ഭിക്ഷക്കാരിയായിട്ടാണെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും പോലീസ് ഓഫീസറായിട്ടാണെങ്കിലും ഇതെല്ലാം ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊന്നും ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ നമ്മൾ കാണൂല്ലോ. ഒന്നും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സമയത്ത്, ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇതെല്ലാം നമ്മൾ കാണും. പക്ഷെ ഇതെല്ലാം നമ്മൾ നോക്കി വായിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്യാമറ വർക്ക് ചെയ്യുന്നൊരു സ്പേസ് എന്ന് പറയുന്നത് 150 ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്പേസിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് കൂടുതലും ആണുങ്ങളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം അവരും നമ്മൾ നല്ലതാവണമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുകയാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ വേറൊരു കണ്ണോടുകൂടി ഇതിനെ കാണാനും പറ്റത്തില്ല. ഈ സിനിമാറ്റോഗ്രഫി എന്ന ഫീൽഡിലേക്ക് വരാനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും വ്യക്തികൾ, വർക്കുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ എന്തോരം ആൾക്കാർ സിനിമാറ്റോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാരണം പ്രത്യേകിച്ച് എനിക്ക് അറിയത്തില്ല. എൻ്റെ അപ്പൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പന് പണ്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഞാൻ ഈ ഡാർക്ക് റൂമിലൊക്കെ കയറാൻ വേണ്ടി ചെറിയ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മറ്റേ കുട്ടി തുറക്ക് അപ്പോൾ അപ്പം മോളെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറണം. ആ ചെറിയ റെഡ് ലൈറ്റിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണണം. ഇങ്ങനെ വാഷ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സാധനം കാണണം. അതൊക്കെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ വിട്ടു. കുഞ്ഞരയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് അതിനെക്കുറിച്ചെല്ലാം മറന്നു. എനിക്ക് അറിയത്തില്ല. പഠിക്കാൻ പോയി, വേറൊരു സ്ഥലത്തെത്തി. പക്ഷെ അപ്പോഴും ഫോട്ടോസ് എടുക്കാൻ എനിക്കിഷ്ടമാണ്. മറ്റു കാര്യങ്ങളൊന്നും വലുതായിട്ട് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ ഞാനീ പറഞ്ഞില്ല, ഇപ്പം രഞ്ജൻ്റെ ആ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പം ഒരു പോയിന്റിൽ നമുക്ക് ഉണ്ടാകുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. എനിക്ക് നിൽക്കേണ്ടത് വേറൊരു സ്പേസിലാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ബോധത്തിൽ സംസാരിക്കുന്നതായിരിക്കും അത്. അങ്ങനെ സംസാരിച്ചു. അദ്ദേഹം അത് കേട്ടു. മനോജറിനോട് സംസാരിച്ചു. ഞാൻ അങ്ങനെ മനോജറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കയറി. എല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ആ സാധനം നടന്നത്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ട ഒരു സാധാരണ പ്രേക്ഷകന് ഒരു സിനിമാറ്റോഗ്രഫി എന്ന സംഗതി എങ്ങനെ വിലയിരുത്താൻ പറ്റും? അല്ലെങ്കിൽ ഒരു ചിന്നുവിൻ്റെ വേഴ്സിൽ എന്താണ് ഒരു നല്ല സിനിമാറ്റോഗ്രഫി? ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ വിലയിരുത്താൻ പറ്റുക? അങ്ങനെ ചോദിച്ചാൽ, ഞാൻ പണ്ട് നമ്മൾ സിനിമകൾ കാണുന്ന സമയത്ത് ഈ സിനിമയ്ക്ക് പിന്നിൽ ഈ ഒരു ക്യാമറ ഉണ്ടെന്നോ എക്യുപ്മെൻ്റ് ഉണ്ടെന്നോ ഒന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല. കഥ കാണുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർ എന്താ പറയുക, മുഴുവൻ ശ്രദ്ധിക്കുന്നത് എങ്ങനെ ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടാവുന്നു, അതിനെ എങ്ങനെ നമുക്ക് ചോദ്യം ചെയ്യാം എന്ന് പറഞ്ഞാണ് സിനിമകൾ കാണുന്നത്. എനിക്ക് ഒരു സിനിമയുടെ കൂടെ വർക്ക് ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് കാണുന്നൊരു വ്യക്തിക്ക് തോന്നണം. ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ആ സിനിമേനെ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഥയുടെ കൂടെ ജെല്ലായി പോകുന്ന ഒരു പോയിന്റ് ആയിരിക്കാം ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ആയിട്ടിരിക്കുന്നത്. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എനിക്കങ്ങനെ നാച്ചുറലായിട്ടൊരു സാധനം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഷോട്ടിനും ഒരു സീനിനും ആവശ്യമുള്ള രീതിയിൽ ആ ഷോട്ട്സ് പ്ലാൻ ചെയ്ത് എടുക്കുന്നിടത്തായിരിക്കും ഏറ്റവും വലിയ മിടുക്കിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സിനിമ കാണുമ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ സിനിമ കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. സിനിമ കാണാൻ വരുന്ന ആളുകൾ സിനിമ കണ്ടിട്ട് പോകണം. അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലാം വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെ അല്ലല്ലോ കാണുന്നത്. അവിടെ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നമുണ്ട്, ഇവിടെ ഇതിന് പ്രശ്നമുണ്ട്, അവിടെ തൊണ്ട് ലൈറ്റ് കാണുന്നുണ്ട്. എറേഴ്സ് ആണ് പെട്ടെന്ന് ആളുകളുടെ കണ്ണിൽ പെടുന്നത്. ഇത് ഇത്രയും നമുക്ക് ടെക്നോളജി ഇത്രയും ഡെവലപ്ഡ് ആയി നിൽക്കുന്ന സ്ഥലത്ത് പോലും നമ്മൾ ഈ എറേഴ്സ് ആദ്യം കാണുന്നു. പണ്ടത്തെ സിനിമകളിൽ എവിടെയും അങ്ങനത്തെ ഒരു ടെക്നിക്കൽ എറേഴ്സ് ആരും കണ്ടുപിടിച്ചിരുന്നില്ല, ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വിചാരിക്കാം. അത് അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് അത്രയും കഷ്ടപ്പെട്ടാണ് അവർ സിനിമ എടുത്തിരുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആയിരുന്നു അവർ. ഇന്നിപ്പോൾ നമുക്ക് എല്ലാം അവൈലബിളാണ്.
എല്ലാ സംഗതികളും കുറച്ചുകൂടി ഈസിയാണ്, ആളുകൾക്ക് ഉള്ളിൽ വരാൻ പറ്റും അധികം. പണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഒട്ടും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരുന്നില്ല. ഇന്നൊരാൾക്ക് സിനിമ എടുക്കണമെങ്കിൽ ഭയങ്കര ഈസി പ്രോസസ്സാണ്. അപ്പം ആ ഈസി സാധനം ഒരു കണക്കിന് നല്ലതുമാണ്, ഒരു കണക്കിന് നമുക്ക് അതിനോടുള്ളൊരു അപ്രോച്ചിൻ്റെ സീരിയസ്നെസ് കുറച്ച് കുറയാൻ സാധ്യതയുമുണ്ട്. പണ്ട് നമ്മൾ കണ്ട് കൈയടിച്ച പല വർക്കുകളും ഇന്നെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ ഒരു ടെക്നോളജി വൈസ് കൂടി, അപ്പോൾ അന്നത്തെ ഈ സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അന്ന് ഒരു പക്ഷേ അന്ന് നമ്മുടെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? പലപ്പോഴും പണ്ട് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത പല വർക്കുകളും ഇന്നെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാറില്ല. സിനിമാറ്റോഗ്രഫി വനിതകൾ, സ്ത്രീകൾ അധികം കൈവെക്കാത്തൊരു മേഖല. മലയാള സിനിമയിലെ ഒരു സ്ത്രീ സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ എപ്പോഴെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ നേരിട്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെപ്പോഴും കൂടുതലായും അധികം സ്ത്രീകൾ ഉണ്ടാവാറില്ല സെറ്റിൽ. കോസ്റ്റ്യൂമേഴ്സ് ഉണ്ടാവും, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ അസിസ്റ്റൻറ്റ് സിനിമാറ്റോഗ്രാഫേഴ്സായിട്ട് ഭയങ്കര കുറവാണ് ആളുകൾ. പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഒരുപാട് പുരുഷന്മാരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പം നമുക്ക് എല്ലാവരുടെയും ഒന്നും മനസ്സറിയാൻ പറ്റത്തില്ല. ആൾക്കാരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കുറച്ച് ജെൻഡർ ഫ്രീ ആയിട്ട് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നോർമലാവും പെട്ടെന്ന്. ഇത് ആദ്യത്തെ 2 ദിവസം അവർക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഞാനിപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 7 വർഷമായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ചിലപ്പം ഞാൻ ഒരു വർഷത്തിനകത്ത് ചിലപ്പോൾ 1-2 വർക്കിനകത്ത് തന്നെ ചിലപ്പം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് നമ്മൾ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെ, എനിക്ക് ഭയങ്കര ഭാഗ്യത്തിന് എനിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ എൻ്റെ കൂടെ നിന്നിട്ട്, എൻ്റെ ക്യാമറമാൻ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, എല്ലാവർക്കും പക്ഷേ ആ ഒരു ഭാഗ്യം ഉണ്ടാവണം എന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസുകളിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകും. ചിലപ്പോൾ നമുക്കത് കണ്ണിൽ കാണുവാണെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ സംസാരിച്ചതിൻ്റെ ഉള്ളിൽ പരിഹാരങ്ങളൊന്നുമില്ല. ഇത് ബേസിക്കലി നമ്മൾ എല്ലാവരും ജോലി ചെയ്യുക, അവിടെ വന്ന് നിന്ന് ജോലി ചെയ്യുമ്പം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളത് തനിയെ സംഭവിക്കും എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ആദ്യത്തെ സിനിമകളിലൊക്കെ ചിലപ്പോൾ കുറച്ച് കരഞ്ഞിട്ടുണ്ടാവും, വിഷമം വന്നിട്ടുണ്ടാവും, എവിടെയെങ്കിലും പോയിന്ന് കുറച്ച് സമയം അയ്യോ വേണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടാവും. കാല് വേദനിക്കുന്നുണ്ടാവും, കിടന്ന് ഉറങ്ങുമ്പോൾ വേദനിക്കും, പോയി കിടക്കുന്ന സമയത്ത് കാല് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി ഉണ്ടാവും, അല്ലാതുള്ളൊരു പ്രഷറും ഉണ്ടാവും. അത് നമ്മൾ ആ ട്രാക്കിൽ വീഴാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും. പല സ്ഥലങ്ങളിലും നമ്മൾ മട്ടിൽ നിൽക്കുന്ന സ്ഥലങ്ങളിലുണ്ടാവും. ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ആ സ്വഭാവം ഭയങ്കരമായിട്ട് മാറിയത് എൻ്റെ അടുത്ത് മനോജേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഒരാളെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ കൂടെ നിർത്തുന്ന സമയത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരും അവർ. അപ്പം നമ്മളെ പേ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നതുകൊണ്ട് നമുക്ക് അവിടെ ആ സ്പേസിനെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതേസമയം നമ്മൾ വെറുതെ അവിടെ വന്ന് നിന്ന് ആർക്കും ഉപകാരമില്ലാതെ നിൽക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്, ഇനിയും ഭയങ്കരമായി സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമാറ്റോഗ്രഫി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ സ്ഥലമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നമുക്കൊരു ഓക്കെ, അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇനി ഒരാളുടെയും കൂടെ സ്ഥലമാണ്. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. ജോലി ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ജോലി ചെയ്യാം. ആൾക്കാർക്ക് എനിക്കിതുവരെ ഒരു പ്രശ്നങ്ങളും അത്തരത്തിൽ മാനസികമായിട്ടുള്ള യാതൊരു സമ്മർദ്ദങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ഒരു കംഫർട്ടബിൾ സ്പേസിലാണ് ഇത്ര നാളും. അതെൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ ഗുണം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. കാരണം നമ്മൾ മാത്രം നിന്നാൽ ചിലപ്പം കരഞ്ഞുകൊണ്ട് നമ്മൾ 2ാമത്തെ സിനിമയ്ക്കകത്ത് തന്നെ എനിക്കിത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പുറത്ത് വരാം നമ്മൾ. പക്ഷെ അതിനെ നമുക്ക് അല്ല നീ ചെയ്യണം, നീ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട്. ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ തന്നെ സ്വന്തം ഫോട്ടോസ് കുറവാണ്, ഫുള്ള് ലോകത്തിൻ്റെ ഫോട്ടോസാണ്. അതെന്താണ് അങ്ങനെ? ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാം ക്യാമറ കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പം യാത്ര ചെയ്യുന്ന മാത്രമല്ല, ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ഫോട്ടോസ് എടുക്കും. അപ്പം ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം എനിക്ക് എക്സിബിറ്റ് ചെയ്യാനൊരു സ്ഥലം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഇടുന്നത്.
എൻ്റെ ഫോട്ടോസ് അങ്ങനെ അധികം ഞാൻ എടുക്കാറില്ല. അല്ലെങ്കിൽ തന്നെ അതിനൊരു എനിക്ക് അത്ര അങ്ങനെ ഒരു താല്പര്യമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ ഇടുമായിരുന്നു. ഇപ്പം എന്തോ അങ്ങനത്തെ ഒരു സാധനം തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സാധനം ഓഫ് ചെയ്യും, ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം കുറേ സമയം ഇതിനകത്ത് ചിലവാക്കും. നമ്മളിപ്പോൾ നമ്മുടെ ഫോട്ടോസ് ഇടുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാലും അധികം സമയം നമ്മൾ അറിയത്തില്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പം ചുമ്മാ ഒരു ഫോട്ടോ നോക്കാൻ തന്നെ നോക്കും 10 മിനിറ്റ് 15 ആവും, അങ്ങനെ അതങ്ങ് പോകും. അപ്പം ചിലപ്പോൾ ഞാൻ ആ സാധനം കംപ്ലീറ്റ്ലി ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ വീണ്ടും ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കും. എനിക്കിഷ്ടമാണ് ഇൻസ്റ്റഗ്രാം, പക്ഷെ എന്നാലും അത്ര അങ്ങോട്ട് ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ല. കാരണം കുറേ സമയം നമുക്ക് അല്ലാതെ കിട്ടും. ഇങ്ങനത്തെ സംഗതികൾ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തായിട്ടൊരു 4 ഓപ്ഷൻസ് തരുവാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് 100 സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിനിമാറ്റോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ, ഫിലിം ആക്ടർ, തിയേറ്റർ ആർട്ടിസ്റ്റ്. അതിൽ 1 സെലക്ട്. ഓൾ ദേ എബോവ് എന്നൊരു സിനിമാറ്റോഗ്രാഫർ. ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫഷൻ? ക്യാമറയ്ക്ക് മുന്നിലേക്കാളും ഇഷ്ടം പിന്നെ തന്നെ. ഇപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പം ചിന്നു കുരുവിള ഒരു പ്രൊഫഷൻ വൈസ് എന്താണ് കാണുന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് കുറച്ച് സമാധാനമായിട്ട് വലുതായിട്ട് ആൾക്കാരെ ഉപദ്രവിക്കാതെ ജീവിക്കണമെന്ന് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ എനിക്ക് 10 വർഷത്തിന് ശേഷം ഞാൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളത്, നമ്മൾ ചിലപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ആളുകൾക്ക് ഇതിനൊക്കെ മറുപടി പറയാൻ സമയമുണ്ട്. ഇന്ന് നമ്മൾ എൻ്റെ തൊട്ട് 10 വർഷം മുൻപുള്ള സ്ഥലം ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ എന്ത് പെട്ടെന്നാണ് എനിക്ക് 10 വർഷം പോയത്. 10-20 വയസ്സിലാകുമ്പോൾ 33 വയസ്സാകുമ്പോൾ 33 വയസ്സായപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പം ഇപ്പം നമുക്കുള്ള ഒരു സമയം കുഴപ്പമില്ലാതെ മര്യാദയ്ക്ക് അതിനെ ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. 10 വർഷത്തിന് ശേഷം എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. നാളെ എന്താന്ന് പറയുന്നൊരു സ്ഥലം പോലും അറിയത്തില്ല. വരുന്ന സാധനങ്ങളെ അതുപോലെ എടുക്കാനാണ് ശ്രമിക്കുന്നത്. ചിന്നുകുരുവിള എന്നൊരു സംവിധായകയെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അയ്യോ ഇല്ല, സംവിധാനം കംപ്ലീറ്റ്ലി വേറൊരു ക്രാഫ്റ്റാണ്. അപ്പം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് സിനിമാറ്റോഗ്രഫി പഠിക്കണമെന്നും അത് തുടർന്ന് ചെയ്യണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംവിധാനം എൻ്റെ സ്ഥലമല്ല. എനിക്ക് അറിയില്ല. മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ ഒരു ഗ്യാങ്ങിൽ പെടണമെന്നൊക്കെ ഇപ്പോൾ പറയാറുണ്ട്. കൊച്ചി ഗ്യാങ്, ട്രിവാൻഡ്രം ഗ്യാങ്, അങ്ങനെയൊക്കെ നമ്മൾ പേരെടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഗ്യാങ്ങിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ വേണമെന്നൊരു നിർബന്ധമാണോ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ? അയ്യോ അങ്ങനൊന്നും ഇല്ല. ഞാൻ എനിക്ക് സിനിമ കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സമയം വീട്ടിൽ നിൽക്കാറുള്ള ആളാണ്. കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും കൊച്ചി സെറ്റിൽഡ് ആണോ എന്ന് ചോദിക്കും. അങ്ങനെ കൊച്ചി സെറ്റിൽഡ് അല്ല, വീട്ടിലാണ്, വർക്കുള്ളപ്പോൾ പോകും, തിരിച്ചു വരും എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞാൻ കൂടുതൽ സമയം വീട്ടിലാണ് ഉണ്ടാവാറ്. ജോലിക്ക് ഉള്ള സമയത്ത് വിളിക്കുമ്പോൾ പോകും, വർക്ക് ചെയ്യും, തിരിച്ചു വരും. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. കൊച്ചി ഗ്യാങ്, തിരുവനന്തപുരം ഗ്യാങ് അങ്ങനെയൊന്നും അങ്ങനെ ആൾക്കാർ, അത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഗുണം സിനിമയ്ക്ക് ഉണ്ടാവും. അല്ലാതെ ഒരു സംഘത്തിൽ മാത്രം നിന്നുകൊണ്ട് തന്നെ വർക്ക് ചെയ്യണം എന്നും ഒരു നിർബന്ധവും ഇല്ല. ഇപ്പം കുറച്ച് ആളുകൾ കൂടുന്ന സമയത്ത് ഉണ്ടായി വരുന്നത് വളരെ നല്ല സാധനമാണെങ്കിൽ അങ്ങനെ ഗ്യാങ്ങുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഭാഗമാകണം ഒരു നിർബന്ധവും ഇല്ല. എല്ലാവരും വർക്ക് ചെയ്യാനാണ് വരുന്നത്. നമുക്കത് മാക്സിമം കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മളിപ്പം ഒരു ഗ്യാങ് ഓഫ് ആൾക്കാരുടെ കൂടെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരുടെ കൂടെ പോയി നിന്ന് വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും ഇല്ലല്ലോ. അപ്പം അവരെല്ലാവരും ആ ഗ്യാങ്ങിനുള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. രാജീവ് സാറിനോടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? ഞാൻ സ്റ്റീവ് ലോപ്പസ്. രാജീവേട്ടനോട് ഞാനൊരൊറ്റ ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്നെ വിളിച്ചു, ഞാൻ വച്ചുവിൻ്റെ കഥാപാത്രം, ഫർഹാൻ്റെ സിസ്റ്ററായിട്ടൊരു കഥാപാത്രത്തിനായിരുന്നു. ഒരു ദിവസം, ഒറ്റ ദിവസത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. രാജീവേട്ടൻ്റെ കൂടെയുള്ള അതൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു മനുഷ്യനുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളുമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നോർമലായിട്ട് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സ്പേസ് അല്ല. രാവിലെ വരുന്നു, എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. വന്ന സമയത്ത് എന്നോട് നീ കണ്ണ് തുടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണ് തുടയ്ക്കാം, ലിപ്സ്റ്റിക്ക് വേണ്ട. രാവിലെ പോവുകയാണ്, പുള്ളിക്കാരി ഹോസ്റ്റലിലേക്ക് തിരിച്ച് പോകുന്നൊരു ഷോട്ടാണ് എടുക്കുന്നത്. മേക്കപ്പ് ഒന്നും വേണ്ട, മേക്കപ്പ് എല്ലാം ഊരി. അലൻസിയർ മാഷ് ഉണ്ടായിരുന്നു, വച്ചു, ഞാൻ, മിനി ചേച്ചി, ഇത്രയും പേരുടെ ഒരു സീനായിരുന്നു അന്നൊക്കെ. ഉച്ച കഴിഞ്ഞപ്പം
എപ്പോഴും എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു രാജുവേട്ടൻ ഞാനൊന്ന് വെളിയിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ നീ പോയിട്ട് അതിന് സമയമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാധനമൊന്നും ഞാനൊരു സിനിമ സെറ്റപ്പിൽ നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം ഭയങ്കര ഒരു കംഫർട്ടബിൾ സ്പേസ് ആണെന്ന് പറയാം. അവർ തന്നെ വയനാട്ടിൽ നിന്ന് അരിയൊക്കെ കൊണ്ടുവന്ന് അവിടെ തന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് അതൊരു ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു അവരവിടെ വർക്ക് ചെയ്തിരുന്നത്. എനിക്കൊരൊറ്റ ദിവസമേ പോകേണ്ടി വന്നുള്ളൂ. പക്ഷെ എന്നാലും ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരു പെറ്റ് ലവർ ആണെന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരെല്ലാം ഇവിടെ തന്നെയാണോ താമസം? ഇവിടെ തന്നെയാണ് താമസം. പേരൊക്കെ എന്ന് പറയുന്നത് വിസ്കി, പാറു, ശങ്കരൻ. പാറു, ശങ്കരൻ പൂച്ചയാണ്. പക്ഷെ അവന് ഇപ്പം ഒരു വർഷമായിട്ട് അവനെ കാണുന്നില്ല. ഒരു ദിവസം രാവിലെ ഇറങ്ങിപ്പോയതാ. അപ്പം ആൾക്കാർ പറയും ആൺപൂച്ചകളാണെങ്കിൽ കുറച്ച് വലുതായി കഴിയുമ്പോൾ പുറത്ത് പോകും, പിന്നെ തിരിച്ച് വരില്ല എന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ ആദ്യത്തെ കുറേ നാളൊക്കെ കുറച്ച് വിഷമം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓക്കെ അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, നന്നായിട്ടിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പാറും വിസ്കി ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. കൂടുതൽ സമയം അവരോട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവരിവിടെ തന്നെയാ, നമ്മുടെ വീട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാ. അപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ തനിയെ എവിടെ ഇരിക്കുവാണെങ്കിലും, ഇപ്പോൾ TV കാണുവാണെങ്കിലായിക്കോട്ടെ, വായിക്കുവാണെങ്കിലായിക്കോട്ടെ, ചെടിയുടെ പുറകെ ആണെങ്കിലായിക്കോട്ടെ, ഇവരവിടെ എല്ലാം ഉണ്ടാവും, നമ്മുടെ കൂടെ തന്നെ നടക്കുന്നുണ്ടാവും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ അവർക്കും മടുത്തിട്ട് അവർ വന്നിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും, വെള്ളം കുടിക്കും, കുറച്ച് നേരം കളിക്കും. അപ്പം പ്രത്യേകിച്ച് നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യാൻ തന്നെ ഭക്ഷണം കൊടുക്കണം. ആ വിശപ്പിൻ്റെ സമയമാകുമ്പോൾ ഭക്ഷണം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് അവരെ നമ്മൾ, ഞാൻ പറയുന്നത് എനിക്കും അവർ നമ്മുടെ കൂടെ ഇത്രയും കംഫർട്ടബിളായിട്ടൊരു സ്പേസിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് വലിയൊരു കാര്യമായിട്ട് തോന്നും. നമ്മൾ അവരെ നോക്കുന്നതിനേക്കാളും അവർ നമ്മളെ എന്തിൽ നിന്നൊക്കെയോ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു. അടുത്തിടെയായിട്ട് വളരെയധികം കൂടി വരുന്ന ഒരു കാര്യമാണ് ഈ മാൻ വേഴ്സസ് ആനിമൽ ഒരു ഫൈറ്റ്. നമ്മൾ കാട് സൈഡിലൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ആസ് എ പെറ്റ് ലവർ അതിനെക്കുറിച്ച് എന്താണ് പറയുക? നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തെങ്കിലും പറയാം? നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ളതാണ് മനുഷ്യനും മൃഗങ്ങളും ചെടികളും മറ്റ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് മനുഷ്യന് മാത്രം സർവൈവ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോകം വേറെ സ്ഥലത്തേക്കേ പോകുകയുള്ളൂ. ബാലൻസ്ഡ് ആയിട്ടൊരു സാധനം കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അത് വളരെ ചുരുക്കം വിഭാഗം ആളുകൾ മാത്രമേ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുള്ളൂ. മറ്റേ ആളുകൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാവും അവരത്രയും കെയർ ചെയ്യുന്നുണ്ടാവത്തില്ല. ഇപ്പം പ്രകൃതിയുമായിട്ട് ഒരുപാട് നമുക്ക് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അത് എനിക്കൊന്നും ചുരുക്കം ആളുകൾക്ക് അത് സാധിക്കുന്നുള്ളൂ. എല്ലാവർക്കും അത് പറ്റത്തില്ല. കാരണം ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണം, പൈസ ഉണ്ടാക്കണം, പിള്ളേരെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റു കാര്യങ്ങളിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഇടാൻ പറ്റത്തില്ല. അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷെ അവരെ നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം പ്രകൃതിനെ ഉപദ്രവിക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതല്ലാതെ ഇതിനെയൊന്നും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ വരുത്താൻ പറ്റത്തില്ല. അത് അവനവൻ്റെ പ്രവൃത്തികളിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മിസ് ഔട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ സിനിമ എന്നൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവരുടെ ഒരു എന്താ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരുള്ളതുകൊണ്ടല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത് തന്നെ. കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് നമ്മൾ നാടകത്തിന് പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു എന്നൊക്കെ പറയും. ഭയങ്കരമായിട്ട് അവർക്ക് കിട്ടുന്ന കുറേ എന്താണ് പെൺകുട്ടിയാണ് അവളെ അങ്ങനെ വിടുന്നത് എന്താണ് എന്നൊക്കെ ഉള്ളൊരു ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. എല്ലാ ഈ പ്രായത്തിലുള്ള ആൾക്കാരും ഫേസ് ചെയ്യുന്ന സാധനമായിരിക്കും. കുറേയൊക്കെ പാരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എൻ്റെ വീട്ടിലിവിടെ അപ്പനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, എല്ലാവരും ആ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നീ ചെയ്യണം. അതായത് ഞാൻ വീട്ടിൽ നമ്മൾ ഭയങ്കര ഓപ്പണാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സംസാരിക്കും, നല്ല കൂട്ടാണ്. അപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും ഇനി ഉണ്ടാവത്തുമില്ല. കാരണം അവർക്ക് അറിയാം. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം സാധാരണ മനുഷ്യന്മാർ. ഈ പറയുന്ന നമ്മൾ സിനിമയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു തന്നെ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുകയും വേണം, നമ്മൾ കാണിച്ചു കൊടുക്കണം, ഞാനിതാണ് ചെയ്യുന്നത്, ഞാൻ അതാണ് ചെയ്യുന്നതെന്ന് പറയണം. പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവരും ആ സാധനം ഓക്കെ ഇതാണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതല്ലെങ്കിൽ ഇതൊരു ഭയങ്കര മായാലോകമാണല്ലോ. സിനിമയിൽ പോകുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നൊരാൾക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാകത്തില്ല. അതിൻ്റെ ഉള്ളിൽ കഷ്ടപ്പാടും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും. ഇത് എല്ലാം മിക്സാണല്ലോ. അത് വീട്ടിൽ വന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം.
കുറേ ആൾക്കാർ കുട്ടികൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ചേച്ചി എനിക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഇഷ്ടമാണ്, പക്ഷെ വീട്ടിൽ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഒരു ചെറിയൊരു ഡിഗ്രി കയ്യിലുണ്ട്, ഉണ്ടായിരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം പിന്നീട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്തണ്ട. ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്ഥലം ഏതാണോ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ ഭൂരിഭാഗം സ്ത്രീകളെ അതിന് മുൻപ് കല്യാണം കഴിച്ചു വിടും. അപ്പം എല്ലാവർക്കും ഇത്രയും കംഫർട്ടബിളായിട്ടൊരു സ്പേസ് കിട്ടത്തില്ല. സ്ത്രീകൾ കൂടുതലും ഈ പ്രശ്നത്തിനകത്ത് എപ്പോഴും പെടുന്ന ആളുകളാണ്. 100 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 40 പേരുണ്ടാവും ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ആ സ്പേസിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കി 60% ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുക തന്നെയാണ്. സ്ട്രഗ്ലിംഗ് ആണ്, പക്ഷേ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ എല്ലാം കൊണ്ടും അവരുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ലൊരു സ്ഥലത്ത് ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ. ഒരുപാട് ഷോർട്ട് ഫിലിംസിലും ഈ മുഖം ഞങ്ങൾ കാണാറുണ്ട്. LGBT എന്നൊരു കമ്മ്യൂണിറ്റി അവരുടെ തോട്ട്സിനെയൊക്കെ പ്രതിനിധീകരിച്ചൊരു പടം ചെയ്തിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, അന്താദി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. സോ ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പലപ്പോഴും നമ്മളുടെ മലയാള സിനിമയിൽ ആ ഒരു കമ്മ്യൂണിറ്റി അവരുടെ ഒരു ഭാഗമൊക്കെ വളരെ ചെറിയ രീതിയിൽ മാത്രം, നമുക്ക് ചെറിയൊരു മേരിക്കുട്ടിയിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എന്താണ്? ആ സിനിമ അന്താദി എർത്ത് കൗസല്യ എന്ന് പറഞ്ഞിട്ട് പോണ്ടിച്ചേരി ബേസ്ഡ് ആയിട്ടുള്ള ഒരു 4 ഫ്രണ്ട്സാണ് അവർ. എർത്ത് രഘു, ദാസ്, രമേശ്. അപ്പം ഞാൻ പോണ്ടിച്ചേരി പഠിക്കുന്ന സമയം മുതൽ ഞാൻ പറഞ്ഞില്ലേ ആ ഫസ്റ്റ് വർക്ക് 5 and 5 എന്ന് പറയുന്നത് ചെയ്യുന്നത് അവരുടെ പ്രോജക്റ്റായിരുന്നു. അതിനുശേഷം നമ്മൾ നല്ല സൗഹൃദത്തിലായിരുന്നു. 2017 പോലെയാണ് നമ്മൾ ഈ അന്താദി വർക്ക് ചെയ്യുന്നത്. അപ്പം ആദ്യം ഇത് ഒരാണും പെണ്ണും എന്നുള്ളത് തന്നെയായിരുന്നു ഇതിലെ കഥാപാത്രങ്ങൾ. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് വേണ്ട, അത് യൂഷ്വലായിട്ടൊരു സാധനം മാത്രം ആവുകയാണ്. ഇവർക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ട് 2 സ്ത്രീകൾ ആണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് ചേച്ചി അതിനെ കംപ്ലീറ്റ്ലി 2 സ്ത്രീകളെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഞാനും എൻ്റെ സുഹൃത്ത് സേതു പാർവതിയും. സേതു ആദ്യമായിട്ട് അതിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ പോണ്ടിച്ചേരി പോയി സ്ക്രിപ്റ്റ് അതിന് മുൻപ് ചേച്ചിയുമായിട്ട് ഡിസ്കസ് ചെയ്തു. പോണ്ടിച്ചേരി പോയി ഒരു രാത്രി കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പം അവർ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം, അതേപോലെ വലിയൊരു ഭാഗ്യമാണ് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അന്ന് വർക്ക് ചെയ്യാൻ ചെല്ലുന്ന രാത്രി നമ്മൾ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ അവരുടെ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പരിമിതികളുണ്ട്. കാരണം നമ്മളെപ്പോഴും LGBT, ലെസ്ബിയൻസ്, ഗേ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അവരനുഭവിക്കുന്ന എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം വഴിയിൽ പോലും നമ്മൾ കാറിൽ ഹിജറകളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ട്രെയിനിൽ കണ്ടാലും അല്ലെങ്കിൽ വഴികളിൽ കണ്ടാലും ഇപ്പോഴും മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനൊന്നും അത്ര വ്യത്യാസമൊന്നും വന്നിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി ഇതിനോട് പ്രതികരിക്കാൻ പറ്റുന്നുള്ളൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ കൃത്യമായ അത് യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് പക്ഷേ നമ്മൾ ആ സിനിമയ്ക്കകത്തു കൂടി ഒരു കളക്റ്റീവ് ഗ്രീഫാണ് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. ഒരു പോയിന്റിൽ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. അത് സ്ത്രീയോ പുരുഷനോ ലെസ്ബിയനോ ഗേയെന്നോ ഒന്നുമില്ല, അയാളുടെ മാനസികാവസ്ഥ എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളത് മാത്രം. അന്താദി ചെയ്യുന്ന സമയത്ത് അതിലൊരു സീനിൽ എനിക്ക് കരയേണ്ടതായിട്ടുണ്ട്. അതായത് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ എൻ്റെ മനസ്സെങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നില്ല. മറിച്ച് ഞാനൊരു സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നു, എൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കുന്നു എന്ന് മാത്രമേ പുറത്തുനിന്ന് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ശരിക്കും എൻ്റെ ആത്മാവ് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്നുള്ളത് ചോദിക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ കരയുന്നുണ്ട്. അപ്പം ഒരു പോയിന്റിൽ കുറച്ച് ഞാൻ കരയുന്നുണ്ട്, എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിത് എത്ര എന്ന് പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് എനിക്കില്ലാതെ. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഭയങ്കര കഠിനമാണ്. അത് നമുക്കങ്ങനെ എക്സ്പ്രസ് ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല നിനക്കത് ചെയ്യാൻ പറ്റും. ഇതൊരു കളക്റ്റീവ് ഗ്രീഫാണ്. നമ്മൾ എത്രയോ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എത്രയോ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അത് നല്ലതെന്ന് വിചാരിച്ചു.
ആ കളക്റ്റീവ് ഗ്രീഫ് എന്ന് പറയുന്നൊരു വാക്കിൽ ചേച്ചി എൻ്റെ അടുത്ത് സംസാരിച്ച സംഗതിയിലും എനിക്ക് കരയാൻ തുടങ്ങിയിട്ട് ഞാൻ ആ സീനിൽ ഞങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ മുടി കാരണം എല്ലാം മറഞ്ഞൊക്കെ ഇരിക്കുക. പക്ഷേ കരയാൻ തുടങ്ങിയിട്ട് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. കാരണം അത് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഞാൻ എത്ര സൗകര്യമുള്ളൊരു ജീവിതം ജീവിച്ചുകൊണ്ട് ഞാനൊരു കഥാപാത്രത്തിനെ ഞാൻ എനാക്ട് ചെയ്യുവാണെങ്കിൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ഞാൻ 2 മിനിറ്റോളം ഞാൻ കരഞ്ഞു. അത് ഞാൻ പറഞ്ഞത് അവരൊന്നും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടും നമ്മളൊന്നും ജീവിതത്തിൽ അനുഭവിക്കുന്നേ ഇല്ല. അതൊന്നും ആൾക്കാർക്ക് അത് പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവരൊരു 3rd ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തിനെ കാണുമ്പോൾ മനുഷ്യനായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എത്ര നമ്മൾ താത്വികമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് പോലും നമുക്കത് കാണാൻ പറ്റുന്നില്ല. അപ്പം അവരെ സിനിമയിൽ എങ്ങനെ ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അവരെ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ധാരണയില്ല. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഒരാൾ എഴുതി ഉണ്ടാക്കിയാൽ മാത്രമേ അവരെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ആണിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീ കൂടുതലായി മെയിൽ മാനറിസംസ് കാണിച്ച് കഴിയുമ്പം വേറൊരു സംഗതിയായിരിക്കും അവരെക്കുറിച്ച് പറയുക. അല്ലെങ്കിൽ തിരിച്ച് ഒരു പുരുഷൻ കൂടുതലായിട്ടൊരു സ്ത്രൈണഭാവം കാണിക്കുമ്പം അയാളെ നമ്മൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളത് അത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. പക്ഷെ കണ്ടില്ല എന്നടിക്കും. കാരണം അതെൻ്റെ പ്രശ്നമല്ല. ഞാൻ ആ സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ വേദനിക്കുള്ളൂ. ചിലപ്പോൾ എനിക്ക് അറിയുന്ന ഒരാൾ, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്പം മാത്രം നമ്മൾ ആ പ്രശ്നമായിട്ട് ഡീൽ ചെയ്യുന്നത്. അതിനുശേഷം അത് അവരുടെ മാത്രം പ്രശ്നമായി. ഞാൻ നോർമൽ ജീവിതം ജീവിക്കുന്ന ആളാണ്. എന്തോ വേറെ എവിടെ നിന്ന് സംസാരിക്കാൻ പറ്റും? എനിക്ക് അന്നത്തെ ദിവസം ആലോചിച്ചിട്ട് എനിക്ക് കരച്ചിൽ വന്നു. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? അപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും ചിന്നുക്കുരുവിള എന്ന വ്യക്തി എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇടയ്ക്ക് മൃഗസ്നേഹിയാവുന്നു, മനുഷ്യസ്നേഹിയാവുന്നു, ഇടയ്ക്ക് സിനിമാറ്റോഗ്രാഫർ ആകുന്നു, പല പല രീതിയിലാണ് എൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ചിന്നുക്കുരുവിള എന്ന വ്യക്തിയെ മൊത്തത്തിൽ മനസ്സിലാകുന്നില്ല. എങ്കിലും കൂടുതൽ അറിയാൻ ഞാൻ ഇനിയും വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് എന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ലൈഫ് അത് വളരെ നല്ലൊരു കരിയറൊക്കെ ആയി തീരട്ടെ. അപ്പോൾ നല്ലൊരു ഫ്യൂച്ചർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. തിരിച്ചു ഓൾ ദി ബെസ്റ്റ്.